തിരുവനന്തപുരം. ആരാണ്ടൊക്കെ പറയുന്നുണ്ട്, അവിടെ നിന്ന് പറയുന്നുണ്ട്. മറ്റാരുമല്ല, മലയാള സിനിമയിലെ എവർഗ്രീൻ നായകൻ, സൂപ്പർ സ്റ്റാർ ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും തിരക്കൊന്നും കൂട്ടണ്ട, അദ്ദേഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ പ്രശസ്തനായ ശ്രീ ജഗതി ശ്രീകുമാറാണ് നമ്മളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി കടന്നു വരുന്നത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ടിന് അദ്ദേഹത്തിന് കടന്നു വരുവാനായിട്ട് വഴി ഒന്ന് മാറ്റി എല്ലാവരും ഒന്ന് റെഡിയാക്കി ഇരിക്കണമെന്ന് അറിയിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരുന്നതാണ്. അപ്പോൾ ആരാധകര് വലിയ ബഹളമൊന്നും കൂട്ടരുത്. ഇതാ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മളുടെ ശ്രീ ജഗതി ശ്രീകുമാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും ഒരു നല്ല കയ്യടി കൊടുത്തേ. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിരിക്കാം. പ്രിയമുള്ള മക്കളെ, നിങ്ങൾക്കെന്റെ അഭിനന്ദനം. ഒരു നല്ല കയ്യടി തരൂ. അപ്പോ നമ്മുടെ സ്കൂളിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കുട്ടികളെ, എൻ്റെ സാറന്മാരെ, എല്ലാരെയും കാണാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എന്റെ മനസ്സിലായി, എനിക്ക് ഇത്തിരി അവസരമാണെന്നേ ഉള്ളൂ. ഞാൻ ജഗതി ശ്രീകുമാറാണ്. കൈയടിച്ചേ. അപ്പം ഇതിന്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് ഞാൻ നിർവഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. താങ്ക് യു. ചടുലമായ നൃത്തച്ചുവടുകളും നാടൻ പാട്ടുകളുമായി ആസ്വാദകരിൽ ദൃശ്യശ്രാവ്യ വിരുന്നൊരുക്കുവാൻ കൂട്ടുകാർ അണിനിരന്നു. ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുഞ്ഞുങ്ങൾ ഞങ്ങൾ വഴി തെറ്റി പോകാതെ നീരിൻ പാതയിൽ നീ നയിക്കണം. ഈശോനാഥ കനിവൂറും ദേവാ, എന്നും ഞങ്ങളിൽ നീ വസിക്കണം. കുഞ്ഞുങ്ങൾ ഞങ്ങൾ വഴി തെറ്റി പോകാതെ നീരിൻ പാതയിൽ നീ നയിക്കണം. പുതിയ ഈ ലോകത്തിൻ മൂടിയിൽ പെട്ട് കാലിടരാതിരിക്കാൻ കൂട്ടിരിക്കണം. പുതിയ ഈ ലോകത്തിൻ മൂടിയിൽ പെട്ട് കാലിടരാതിരിക്കാൻ കൂട്ടിരിക്കണം. ഈശോനാഥ കനിവൂറും ദേവാ, എന്നും ഞങ്ങളിൽ നീ വസിക്കണം. in
എന്നും ഞങ്ങളിൽ നീ വസിക്കണം. സ്വാഗത പ്രസംഗത്തിനായി സ്നേഹബഹുമാനപ്പെട്ട റോസ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സോണി സാർ, പ്രമുഖ കലാതാരമായ ശ്രീ സന്തോഷ് പ്രഭ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ കുട്ടികളെ, സെന്റ് ജോൺ ഡെമുസിയാൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം സന്തോഷത്തിൻ്റെ സുദിനമാണ്. കുട്ടികളുടെ ചടുലമായ നൃത്തച്ചുവടുകളാലും ശ്രുതിമധുരമായ ഗാനങ്ങളാലും നമ്മുടെ സ്കൂൾ അരങ്ങ് സജീവമാവുകയാണ്. നിറവ് 2025 എന്ന ഈ കലാവിരുന്നിന് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട സോണി തോമസ് സാറാണ്. സാറിനെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറവ് 2025 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ താരവുമായ ശ്രീ സന്തോഷ് പ്രഭയാണ്. അദ്ദേഹത്തെ ഹാർദമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി ആത്മാർത്ഥമായി സഹകരിച്ച അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറവ് 2025 മിന്നും താരങ്ങളായ കുട്ടികൾ ഓരോരുത്തരെയും കുട്ടികളുടെ രക്ഷിതാക്കളെയും ഏറെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് സന്തോഷകരമായ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു റോസ്മി ടീച്ചർ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാമായ സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി തോമസ് സാറാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകൻ ശ്രീ സന്തോഷ് പ്രഭ, ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ പ്രസംഗം കേൾക്കാനൊന്നുമല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതെല്ലോ? അതെ. അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല. നമ്മളുടെ ഇന്നത്തെ നിറവ് 2025 എന്നുള്ള ഈ കലാപ്രകടനം നമ്മുടെ കൊഴുവനാൽ സെന്റ് ജോൺസ് ഡെമുസിയൻ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഇന്ന് പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അറിവുകളൊക്കെ നേടുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ അറിവ് നേടുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമായില്ല. അറിവ് നേടുവാൻ മാത്രമുള്ള ഒരു ജന്മങ്ങളൊന്നും അല്ല നമ്മൾ വിദ്യാർത്ഥികൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളും ഒത്തിരിയേറെ ആഹ്ലാദകരമായ നിമിഷങ്ങളും ഒക്കെ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപക്ഷെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകൾ നിങ്ങളിൽ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങൾ, കലാ പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇന്ന് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ചിരിക്കാനായിട്ടുള്ള സമയമില്ല. എല്ലാവർക്കും ടെൻഷനാണ്. അതുകൊണ്ട് ആ ഒരു കണക്കുകൂട്ടൽ അത് കണക്കിൽ എടുത്തുകൊണ്ടാണ് ഇന്ന് പ്രശസ്തനായ ഒരു ഹാസ്യ കലാകാരൻ, മിമിക്രി ആർട്ടിസ്റ്റ് ശ്രീ സന്തോഷ് പ്രഭ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു കലാകാരനാണ്. അനവധിയായ TV ഷോകളിലും അതോടൊപ്പം തന്നെ സ്റ്റേജ് ഷോകളിലും നല്ല നല്ല പ്രോഗ്രാമുകൾ കാഴ്ചവെച്ച് ലോകമാസകലമുള്ള മലയാളികളുടെ കയ്യടി നേടിയ ഒരു വിദഗ്ധനായ മിടുക്കനായ ഒരു കലാകാരനാണ് ശ്രീ സന്തോഷ് പ്രഭ. അദ്ദേഹം ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി അദ്ദേഹം നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒത്തിരിയേറെ സിനിമാ നടന്മാരുടെയും ഒക്കെ ശബ്ദം അനുകരിക്കാൻ വളരെ മിടുക്കനാണ്. ഇപ്പോൾ ജഗതി ശ്രീകുമാറിന്റെ ശബ്ദമൊക്കെ അനുകരിച്ച് നമ്മളെ ധന്യരാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോൾ ജഗതി ശ്രീകുമാറിന്റെ വേഷത്തിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം ഇനിയും നമുക്ക് വേണ്ടി നല്ല കുറേ പിന്നെ ഐറ്റംസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ അദ്ദേഹം നമുക്ക് വേണ്ടി അത് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കും. അപ്പോൾ ഒരു ദിവസം ഈ വ്യാഴാഴ്ച ഒരു നല്ല ദിവസമായി നിങ്ങൾക്കിടെ ശോഭിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഓർമ്മയിൽ നിലനിൽക്കുന്ന നല്ല നല്ല കലാ പ്രോഗ്രാമുകൾ, കലാപരിപാടികൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കട്ടെ. അതിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോണി സാർ. നിറവ് 2025 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് പ്രമുഖ മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ താരവുമായ ശ്രീ സന്തോഷ് പ്രഫയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതിനുമായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സോണി സാറ്, അതുപോലെ എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരൻ, നാട്ടുകാരൻ ശ്രീ റോയിച്ചൻ, പിന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൊച്ചുകുട്ടികൾ, പിന്നെ ടീച്ചേഴ്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ വർഷങ്ങളായിട്ട് ഒരു 35 വർഷമായിട്ട് സ്റ്റേജ് ഷോയിലൂടെയും സീരിയലിലൂടെയും സിനിമയിലൂടെയും ഒക്കെ നടക്കുന്ന ഒരാളാണ്. എൻ്റെ വീട് ചെറുപ്പങ്കലാണ്. എൻ്റെ പേര് സന്തോഷ് പ്രഭ എന്നാണ്. 2-3 വർഷം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ചെറുപ്പങ്ക കവലെ തന്നെയാണ് എൻ്റെ വീട്. എന്തായാലും ഈ ഒരു നല്ല പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നല്ല രീതിയിൽ ശബ്ദം നൽകിയിരിക്കുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാർ, പിള്ളേര്, അവർക്കും ഒരു ഹായ്. നല്ല ശബ്ദമാണ്, നല്ല സൗണ്ടാണ്. അതൊക്കെ തന്നെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ഇടയ്ക്കിടയിൽ കറണ്ട് പോവും, അതങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ കുറേ ഫിഗറുകൾ ചെയ്യുന്ന ആളാണ്. ഞാൻ രൂപത്തിൽ മാറ്റം വരുത്തി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ രൂപം, അതുപോലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ രൂപം, പിന്നെ ജഗതി അമ്പളിച്ചേട്ടൻ്റെ രൂപം, ദിലീപിൻ്റെ രൂപം, അങ്ങനെ കുറേ നെടുമുടി വേണുചേട്ടൻ്റെ ഫിഗർ, ഇങ്ങനെ കുറേയേറെ രൂപങ്ങൾ അനുകരണത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു എളിയ കലാകാരനാണ്. എന്തായാലും ഞാൻ 1-2 നമ്പറുകൾ പറയാം. കൂടുതൽ ചെയ്യാനുള്ള നമ്മുടെ വേഷവിധാനത്തിലൊന്നും നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട്. നന്നായാൽ എൻ്റെ മക്കൾ കൈയടിക്കണം കേട്ടോ. ഓക്കെ. ആദ്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് ഇവിടെ വന്നാൽ അദ്ദേഹം എങ്ങനെ നമ്മളോട് സംസാരിക്കും, അത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് പറയാനുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാറാണ് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കാണാൻ ശ്രമിച്ചതിൽ ഒരുപാട് നന്ദി. നമസ്കാരം. ലാൽ സലാം. പിന്നെ നമ്മുടെ ശ്രീ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ കുറേ പേരുണ്ട് നമുക്ക് മലയാള സിനിമയിൽ. ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, ദിലീപുണ്ട്, സുരേഷ് ഗോപി സാറുണ്ട്. പക്ഷേ ഇവരെക്കാളൊക്കെ ഇവരുടെയൊക്കെ തുല്യ പ്രാധാന്യ കഥാപാത്രത്തോടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നടനാണ് ശ്രീ നെടുമുടി വേണുചേട്ടൻ. ആള് ഇപ്പം ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം, നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ച
ഒരു ഡയലോഗ് ഞാൻ പറയാം. ശ്രീ നെടുമുടി വേണുചേട്ടൻ, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഒരു 2 വരി പാട്ടോടുകൂടി തുടങ്ങാം. ഇങ്ങനെ വിഡ്ഢിയാക്കണായിരുന്നു തനിക്ക് ഞാൻ മാപ്പ് തരാം. തലയ്ക്ക് സ്ഥിരതയില്ലാതെ അകത്ത് കിടക്കുന്ന ആ പാവം തള്ളയോട് ഇയാൾ എന്തിന്റെ പേരിലാ മാപ്പ് ചോദിക്കുക? ഒന്നുറക്കം പറയാൻ പോലും അറിയാത്ത എന്റെ മോൾ രാധയോട് താൻ എന്തിന്റെ പേരിലാ മാപ്പ് ചോദിക്കുക? ഉണ്ണി എന്ന് വിളിച്ച എന്തോ ഒന്ന് വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിയായി, രാധയുടെ ഉണ്ണിയേട്ടനായി തനിക്ക് ഇവിടെ കൂടരുതോ? അയ്യ, എന്തായാലും എന്നെ ഇന്ന് ഈ വേദിയിൽ ക്ഷണിച്ച എല്ലാവർക്കും, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക്, എൻ്റെ മക്കൾക്ക്, ടീച്ചേഴ്സിന്, റോഹിച്ചിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ സന്തോഷ് പ്രഭ. കൃതജ്ഞതാ പ്രസംഗത്തിനായി സ്നേഹ ബഹുമാനപ്പെട്ട ഡോണ ടീച്ചറിനെ ക്ഷണിക്കുന്നു. കൊഴുവനാൽ സെന്റ് ജോൺ NHSSൽ നിറവ് 2025 തിരിതെളിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ കലാമാമാങ്കത്തിന് സമാരംഭം കുറിക്കുന്ന ഈ സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സോണി തോമസ് സാറാണ്. സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നിറവ് 2025 ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രമുഖ ടെലിവിഷൻ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ ശ്രീ സന്തോഷ് പ്രഭ അവരുകളാണ്. തൻ്റെ കലാമികവാൽ വളരെ വിസ്മയാവഹമായ ഒരു അത്ഭുത ലോകം നമുക്ക് മുൻപിൽ സൃഷ്ടിച്ച് നമ്മെ ഏറെ ചിരിപ്പിച്ച അദ്ദേഹത്തിന് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. കുട്ടികളുടെ കലാവാസനകൾക്ക് പ്രോത്സാഹനം നൽകി അവരെ അരങ്ങത്തെത്താൻ സജ്ജമാക്കിയ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും മാതാപിതാക്കൾക്കും നന്ദി പറയുന്നു. പ്രോഗ്രാം അവതരിപ്പിക്കാനും ആസ്വദിക്കാനുമായി കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ശ്രീ ഡോണ ടീച്ചർ. അടുത്തതായി കുട്ടികളുടെ കലാവിരുന്ന് നമുക്ക് ആസ്വദിക്കാം. ആദ്യമായി 5 മിടുക്കി കുട്ടികളുടെ ഒരു ഡാൻസ് ടെസ സൂസൻ ആൻഡ് ടീം